ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല രുചിയുള്ള നെയ്യപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 2 കപ്പ് പച്ചരി 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പകരം ശർക്കര പാനിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുള്ളത് അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞു കിട്ടേണ്ട, കുറച്ചൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നെയ്യപ്പം ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 8 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിന്ന് ഓരോ കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം മറിച്ചിടുക. എന്നാലേ ഉൾഭാഗമൊക്കെ വെന്തിട്ടുള്ളൂ. എന്നിട്ട് എടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ നല്ലപോലെ എണ്ണ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂട്ടും മിക്സിങ്ങൊക്കെ നല്ല കറക്റ്റ് ആകുമ്പോഴും ഇത് കണ്ടില്ല, ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അങ്ങനെ എല്ലാ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ചായയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പവും. ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് താനും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.